നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു ഉദ്യോഗസ്ഥനെയും വിളിച്ചു വരുത്താൻ ഗവർണർക്ക് അധികാരമില്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വന്ന് മണിക്കൂറുകൾക്കകം മറ്റൊരു ഉദ്യോഗസ്ഥനെ കൂടി ലോക്ഭവൻ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. PSC സെക്രട്ടറിയെയാണ് ലോക്ഭവൻ ഗവർണർ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. PSC നിയമന തട്ടിപ്പ് വിവാദവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ തേടുകയാണ് ഗവർണർ ഇതിലൂടെ ചെയ്തിരിക്കുന്നത്. PSCയുടെ സെക്രട്ടറി സാജു ജോർജിനെയാണ് ലോക്ഭവനിലേക്ക് വിളിച്ചു വരുത്തി ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്ന നിയമന തട്ടിപ്പ്, കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് നടന്ന നിയമന തട്ടിപ്പ്, ആ നിയമന തട്ടിപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ ലോക്ഭവൻ വളരെ വിശദമായി തന്നെ തേടിയിരിക്കുന്നത്. എന്തൊക്കെ നടപടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിയമന തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷം PSC എടുത്തിട്ടുണ്ട് എന്നതടക്കമുള്ള വിശദമായ വിവരങ്ങളാണ് ഗവർണർ സാജു ജോർജിൽ നിന്നും തേടിയിരിക്കുന്നത്. PSC ചെയർമാൻ അറിയാതെയാണ് PSC സെക്രട്ടറിയെ ലോക്ഭവൻ വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ ഗുരുതരമായ അഴിമതികളും തട്ടിപ്പുകളുമെല്ലാം ഈ PSC ചെയർമാൻ്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 5 വർഷം ഈ പിണറായി വിജയൻ, പ്രത്യേകിച്ചും രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട് എന്ന ആരോപണങ്ങൾ നേരത്തെ ഉയർന്നിരുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം സംസ്ഥാന സർക്കാർ നടത്തിവരികയുമാണ്. ഈ സാഹചര്യത്തിലാണ് വിശദമായ വിവരങ്ങൾ തേടിക്കൊണ്ട് ഗവർണർ പുതിയ ഇടപെടലുകൾ നടത്തിയിരിക്കുന്നത്. ഭരണഘടനാ സ്ഥാപനമായ PSCയിൽ തനിക്ക് ഇടപെടാനുള്ള എല്ലാ അധികാരങ്ങളുമുണ്ട്. ഗവർണറുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് PSC സെക്രട്ടറിയെ ലോക്ഭവൻ വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ലോക്ഭവൻ തന്നെ നൽകുന്ന വിശദീകരണം. എന്തായാലും മറ്റൊരു ഉദ്യോഗസ്ഥൻ കൂടി ഇപ്പോൾ ലോക്ഭവനിലെത്തി ഗവർണർക്ക് വിശദീകരണം നൽകിയിരിക്കുകയാണ്. PSC ചെയർമാൻ അറിയാതെയാണ് ഇത്തരത്തിലുള്ള ഒരു വിശദീകരണം PSC സെക്രട്ടറി ഗവർണർക്ക് നൽകിയിരിക്കുന്നത്. നിയമന തട്ടിപ്പ് കേസിൽ തൻ്റെ ഭരണഘടനാപരമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഗവർണർ ഇടപെടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. മാത്രമല്ല, ഇതുവരെ എടുത്ത നടപടികൾ, അന്വേഷണവുമായി സഹകരിക്കുന്നതിൻ്റെ വിശദാംശങ്ങൾ ഇതെല്ലാം തന്നെ ഗവർണർ തേടിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന. നേരത്തെ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 15-ാം തീയതി സംസ്ഥാന പോലീസ് മേധാവി റവട ചന്ദ്രശേഖറിനെ ഗവർണർ വിളിച്ചു വരുത്തിയിരുന്നു. അത് വലിയ രീതിയിൽ വിവാദമാവുകയാണ് ചെയ്തത്. അന്ന് മുഖ്യമന്ത്രി ആ വിളിച്ചു വരുത്തലിന് ശേഷം സത്യത്തിൽ മുഖ്യമന്ത്രി VD സതീശനെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ആ നടപടി. അതിനുശേഷം മുഖ്യമന്ത്രി കടുത്ത ഭാഷയിൽ തന്നെ ഗവർണറെ വിമർശിക്കുന്നത് നമ്മൾ കണ്ടു. പോലീസ് മേധാവി എന്നല്ല, ഒരു ഉദ്യോഗസ്ഥനെയും സർക്കാർ അറിയാതെ ഗവർണർ വിളിച്ചു വരുത്താൻ പാടില്ല എന്നാണ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. ഗവർണർക്ക് എന്തെങ്കിലും വിവരം വേണമെന്നുണ്ടെങ്കിൽ അത് സർക്കാർ മുഖേനയോ മുഖ്യമന്ത്രി മുഖേനയോ ലഭ്യമാക്കുമായിരുന്നു. പക്ഷേ ഉദ്യോഗസ്ഥന്മാരെ സർക്കാർ അറിയാതെ നേരിട്ട് വിളിപ്പിച്ചത് ശരിയായില്ല എന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ അന്ന് ആഞ്ഞടിച്ചത്. ഇതിനെതിരെ ഗവർണറും ശക്തമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് വന്നിരുന്നു. നേരത്തെയും സർക്കാരിനെതിരെ കടുത്ത നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ഗവർണറാണ് ആർലേക്കർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ സർക്കാരിനെതിരെയും അതേ നിലപാട് തന്നെ സ്വീകരിക്കുന്നു. ഒരു കാരണവശാലും വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. തനിക്ക് ഭരണഘടനാപരമായ അധികാരമുണ്ട് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താനെന്നും ഭരണഘടനാപരമായ അധികാരത്തെയും നടപടികളെയും സർക്കാർ ബഹുമാനിക്കേണ്ടതുണ്ടെന്നും സർക്കാർ ഇത്തരത്തിൽ രാജ്ഭവൻ അല്ലെങ്കിൽ ലോക്ഭവനുമായി വളരെ സഹകരിച്ചു പ്രവർത്തിക്കുന്ന മനോഭാവമാണ് വേണ്ടത് എന്നുമാണ് ഗവർണർ തിരിച്ചടിച്ചത്. അതിനുശേഷമാണ് മണിക്കൂറുകൾക്കകം ഇപ്പോൾ വീണ്ടും മറ്റൊരു ഉദ്യോഗസ്ഥനെ ഗവർണർ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. നേരത്തെ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 15-നാണ് ഗവർണറെ നേരിൽ കണ്ടത് DGP റവാഡ ചന്ദ്രശേഖർ. പക്ഷേ റവാഡ ചന്ദ്രശേഖർ നൽകുന്ന വിശദീകരണത്തിൽ നിന്നും വ്യക്തമാണ്, ഗവർണറെ കാണുന്നതിന് DGPക്ക്, സംസ്ഥാന പോലീസ് മേധാവിക്ക് സർക്കാരിൻ്റെ അനുമതി ആവശ്യമില്ല. ഗവർണറുടെ ആസ്ഥാനമായ അല്ലെങ്കിൽ ഗവർണറുടെ ഔദ്യോഗിക വസതിയായ ലോക്ഭവനിൽ അറ്റ്ഹോം പാർട്ടി നടന്നു വരുന്നുണ്ട് അല്ലെങ്കിൽ നടക്കാൻ പോകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ, കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക, ഇതൊക്കെയായിരുന്നു അന്നത്തെ സന്ദർശന ഉദ്ദേശം. അത് കൃത്യമായി തന്നെ നടപ്പിലാക്കി. ഇത് പല കാലഘട്ടങ്ങളിലും നടക്കുന്നതാണ്. ഗവർണറെ DGP കണ്ട് പോലീസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഇൻ്റലിജൻസ് വിവരങ്ങൾ ഇതെല്ലാം നൽകുക സ്വാഭാവികമായ നടപടിയാണ്. അത്തരം സ്വാഭാവികമായ ഒരു സന്ദർശനമാണ് താൻ നടത്തിയത് എന്ന് റവാഡ ചന്ദ്രശേഖർ വിശദീകരിച്ചിരുന്നു. അതായത് ഈ വിവാദമാക്കും പോലെ അത്തരത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷേ മുഖ്യമന്ത്രി VD സതീശൻ ചാടിക്കേറി ഇതിൽ അഭിപ്രായം പറഞ്ഞതാണ് എന്ന് ഈ റവാഡ ചന്ദ്രശേഖറിൻ്റെ വിശദീകരണത്തോടുകൂടി വ്യക്തമാവുകയാണ്. ലോക്ഭവൻ ഇത് കൃത്യമായി തന്നെ മുഖ്യമന്ത്രിക്കും മറുപടി നൽകി
നൽകിയിട്ടുണ്ട്. സംസ്കൃത സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് യോഗത്തിനിടെ വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിനെ ഒരു വിഭാഗം കയ്യേറ്റം ചെയ്തിരുന്നു. SFI പ്രവർത്തകരാണ് അതിന് പിന്നിലുണ്ടായിരുന്നത്. നേരത്തെ SFI പ്രവർത്തകർ സിസ തോമസിൻ്റെ ശവമഞ്ചമൊക്കെ പേറിക്കൊണ്ട് ചില പ്രത്യേക തരത്തിലുള്ള അവരെ അപമാനിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടത്തിയിരുന്നു. തൊട്ടു പിന്നാലെയാണ് സിൻഡിക്കേറ്റ് യോഗത്തിൽ അവർ കയ്യേറ്റം ചെയ്യപ്പെട്ടത്. ഇത് കൃത്യമായി DGPയുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് ഇതിലൂടെ ഗവർണർ ചെയ്തിരിക്കുന്നത്. തൊട്ടു പിന്നാലെ തന്നെ DGP ഇതിൻ്റെ കൃത്യമായ നടപടികൾ ആരംഭിച്ചു. നിയമപരമായി SFI നേതാക്കൾക്കും പ്രവർത്തകർക്കുമാർക്കുമെതിരെ കേസെടുത്തിരുന്നു. ഇതിനൊക്കെ ശേഷമാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. അതായത് ഗവർണർക്ക് ഈ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്താൻ അധികാരമില്ല എന്ന്. പക്ഷേ ഗവർണർ തനിക്ക് അധികാരമുണ്ട് എന്ന് തന്നെ സ്ഥാപിക്കുകയായിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ PSC സെക്രട്ടറിയെയും വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അതീവ ഗുരുതരമായ ചില തട്ടിപ്പുകൾ PSCയിൽ നടന്നിട്ടുണ്ട് എന്ന് ആരോപണമുയർന്നിരുന്നു. സർക്കാരിന് ഇത് ഭരണഘടനാ സ്ഥാപനമായതിനാൽ ഇടപെടാനുള്ള പരിമിതിയുണ്ട്. PSC ചെയർമാനോട് രാജി ആവശ്യപ്പെടാൻ സർക്കാരിന് കഴിയില്ല. ആ സാഹചര്യത്തിലാണ് ഗവർണറുടെ ഇടപെടൽ വന്നിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം നടന്ന ഗവർണറുടെ ലോക്ഭവനിൽ നടന്ന അറ്റ്ഹോം പാർട്ടി, ആ അറ്റ്ഹോം പാർട്ടിയിൽ PSC ചെയർമാനെ ക്ഷണിച്ചിരുന്നില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് PSC ചെയർമാനെ ഒഴിവാക്കിക്കൊണ്ട് അറ്റ്ഹോം പാർട്ടി നടത്തിയത്. അതുകൊണ്ട് തന്നെ ഗവർണർ ശക്തമായ നടപടികളിലേക്ക് കടക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. ആസൂത്രണ ബോർഡിലേക്ക് നടന്ന ഒരു പരീക്ഷയിൽ വൻ ക്രമക്കേടാണ് PSC നടത്തിയത് എന്ന് പിന്നീട് തെളിഞ്ഞിരുന്നു. സാങ്കേതിക പിഴവാണ് ഇതിന് കാരണമെന്നാണ് ആദ്യം PSC വിശദീകരിച്ചിരുന്നത്. അതായത് ഏതാണ്ട് 10ഓളം ചോദ്യങ്ങൾ, 54 മാർക്കോളം വരുന്ന 10 ചോദ്യങ്ങൾ അന്ന് മൂല്യനിർണ്ണയം നടത്താതെയാണ് ഭരണകക്ഷിയിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിക്ക്, അല്ലെങ്കിൽ ഭരണകക്ഷിക്ക് താല്പര്യമുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തിക്ക് നിയമനം നടത്താൻ ഇത്തരത്തിലുള്ള അട്ടിമറി നടത്തിയത്. ആദ്യമൊക്കെ ഇത് സാങ്കേതിക പിഴവാണ് എന്നാണ് PSC പറഞ്ഞത്. പക്ഷേ സാങ്കേതിക പിഴവല്ല എന്ന് സർക്കാർ നിയോഗിച്ച അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. ഒരു പ്രത്യേക വ്യക്തിയെ 1ാം റാങ്കിലേക്ക് കൊണ്ടുവരാനായി മൂല്യനിർണ്ണയത്തിൽ അടക്കം വലിയ രീതിയിലുള്ള പിഴവുകൾ നടത്തുകയായിരുന്നു, അല്ലെങ്കിൽ അട്ടിമറി നടത്തുകയായിരുന്നു എന്ന് പിന്നീട് വ്യക്തമായി. PSC ചെയർമാൻ അടക്കമുള്ള ഉന്നതരുടെ ഒത്താശ ഈ ഒരു അട്ടിമറിക്ക് പിന്നിലുണ്ട് എന്ന് അന്വേഷണ സംഘം വെളിപ്പെടുത്തിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഗവർണർ ഇക്കാര്യത്തിൽ ഇടപെടുന്നത്. അതിൻ്റെ ഒരു ഇടപെടലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം എന്ന നിലയിലാണ് ഈ പറയുന്ന അട്ടിമറിയെക്കുറിച്ചും അന്വേഷണത്തെക്കുറിച്ചും മറ്റ് വിശദ വിവരങ്ങളെക്കുറിച്ചും സെക്രട്ടറിയിൽ നിന്നും ഗവർണർ വിവരങ്ങൾ തേടിയിരിക്കുന്നത്.